ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ചലഞ്ച് ഇട്ടുണ്ടായിരുന്നു, ഒരു ഫുഡ് ചലഞ്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചു തരാം. ഫുഡ് കഴിച്ച് തിരിക്കുവാണെങ്കിൽ 10,000 നമ്മൾ സ്പോട്ടിൽ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുന്നത് ഡാട്ടാംബ്രൂവിലാണ്. കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡി കുട്ടൻ. ഇതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പേരെങ്ങനെ പേര് പറ? കാർത്തിക് രാജേഷ്. എൻ്റെ വീട് പിറവം തന്നെയാണ്. എന്നാ പഠിക്കണേ? 8ലാണ് പഠിക്കുന്നത്. 8ലാണ് പഠിക്കുന്നത്. പുള്ളിയല്ല 8 പ്രാവശ്യം ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചൊന്നുമല്ല കേട്ടോ, പുള്ളി തന്നെ പറയണത്. എന്തായാലും ഇനി ഇപ്പം ഫുഡ് കഴിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. ഫുഡ് കഴിച്ചാൽ നിനക്ക് എന്താ കിട്ടണേ? 15 മേടിക്കോ? നീ മേടിക്കും, ഉറപ്പായിട്ടും. ഉറപ്പ്. കഴിച്ചു തീർക്കും. ഫുൾ കോൺഫിഡൻസിലാണ്. എന്തായാലും നമുക്ക് ബാക്കി ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ റെഡി ആവോ? റെഡി. കഴിക്കത് ഫുള്ള്. ഇനിയുണ്ട് ഐറ്റംസ്, കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് പറയാനായിട്ട് ഇവിടുത്തെ ഒരു എക്സ്പെർട്ട് നമുക്ക് വിളിക്കാം. എന്റെ പേരെന്താ ആദ്യം പറയാമോ? എന്റെ പേരല്ല, അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അല്ല, അപ്പൊ ഈ കടയിലെ മെയിൻ സ്റ്റാഫാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്താ തന്നെ? രണ്ടാമത്തെ ബീഫ് ക്ലബ് സാൻഡ്വിച്ച്. ഓക്കെ. 3 ബർഗർ. സിംഗർ ബർഗർ. ഇതോ സിംഗർ സാൻഡ്വിച്ച്. ഓക്കെ. ഇത് BB സ്പെഷ്യൽ പ്രൈസ്. ഇത് അത് ഗ്രേപ്പ് സോഡ. ഓക്കെ. അങ്ങനെ മൊത്തം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 6 ഐറ്റമാണ് കൊണ്ടുവന്നേ. മച്ചാൻ കഴിക്കൂല്ലോ എന്ന് നോക്കാം. ഇത് ഇത്ര ഐറ്റം അല്ല ഉള്ളത്, ഇനിയും കുറച്ചുകൂടെ ഐറ്റം വരാനുണ്ട്. ഇപ്പോൾ ടേബിൾ ഇത്രയും നിറഞ്ഞിരിക്കണോണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കരുതി. സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു ബ്രോ. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റമായ റോള് ആൾ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്താണ് സ്റ്റാർട്ട് ചെയ്യണോ? റോള് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. കഴിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കട്ടോ. അതൊക്കെ കഴിച്ചാൽ മതി. എനിക്ക് അമ്മ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇഷ്യൂ തരൂട്ടാ. തന്ത്രപരമായി പുള്ളി പഠിച്ചിട്ടാണ് തോന്നുന്നു. പതുക്കെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഇത്ര ഐറ്റംസ് ഉണ്ട്. കഴിക്കൂലേ? കഴിക്കുന്നാണ് പറഞ്ഞേ. ഇത് സോഡയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നത് പിറവത്താണ്. പിറവത്ത് ഉല്ലൂർപ്പടിയിലാണ്. അപ്പൊ ഫുഡ് കോർട്ടിന്റെ ഉള്ളിൽ ബ്രാട്ടാംബ്രോ ആണ്. എന്തായാലും വരിക, നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയുണ്ട് റോൾ വെച്ചിട്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അവൻ പതുക്കെ ഇരുന്ന് ആസ്വദിച്ചിരുന്നാട്ടോ കഴിക്കണത്. ആള് അടവുകളെല്ലാം പഠിച്ചിട്ട് വന്നേനാണോ. എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവന് ഇത്രയും ഫുഡ് കഴിക്കണതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇതെല്ലാം നോക്കിയിരിക്കണ്ടേ. ആസ്വദിച്ച് കഴിക്കണം. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഐറ്റംസിന് അല്ലേ. അവിടെ ആണോ ഇളക്കി തരട്ടെ? ഞാൻ തീർക്കൂല നീ ഇത്, കാരണം ഇത്ര ഐറ്റം നീ പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. അങ്ങനെ ആദ്യത്തെ ഐറ്റം അവൻ അത്യുഗ്രമായി കംപ്ലീറ്റ് ചെയ്തിരിക്കണ്ടോ, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡിപ്പ് മാത്രമേ ഉള്ളൂ. ഡിപ്പ് നമുക്ക് കൂട്ടേണ്ട കാര്യമല്ലോ, കുറച്ച് ഹെൽത്തി കൂട്ടണം. അത് കാരണം ഡിപ്പ് അവൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റുന്നു. അടുത്ത ഐറ്റം ഏതാണ്? ഏത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഐറ്റം. ജ്യൂസ് ഇളക്കി കുടിച്ചോ, ഈ സോഡ മാത്രം കുടിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തോട്ടോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മിക്സ് ചെയ്ത് തരില്ലായിരുന്നു. അങ്ങനെയുണ്ട്. കൊള്ളാം. ആവശ്യത്തിന് മാത്രമായിട്ടോ വെള്ളം കുടിക്കണുള്ളൂ, അധികം ഒന്നും കുടിക്കണില്ല. പുള്ളി തന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അധികം ഒത്തിരി വെള്ളം കുടിച്ച് വയറിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാവുന്ന അവനറിയാം. ബീഫ് ക്ലബ് സാൻഡ്വിച്ച് ആണിത്. നോക്കി അതിന്റെ സൗന്ദര്യമൊക്കെ കാണുന്നത്. എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? എന്താ പറയണമെന്ന് തോന്നുന്നത്? മയോടെ അളവ് കൂടുതലാണ്. മയോടെ അളവ് കൂടുതലാണോ? നിനക്ക് മയോണൈസ് ഇഷ്ടമല്ലേ? അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവന് അളവ് കൂടുതൽ എന്ന് പറയണേ. വെറുതെ അല്ലാട്ടോ അവന് ഇതിനകത്ത് ഡിപ്പ് ബാലൻസ് വെച്ചത്. വീട്ടിലൊക്കെ ആണെങ്കിലും പതുക്കെ കഴിക്കണേ. പതിയെ കഴിക്കുള്ളൂ. പതിയെ കുറെ കഴിക്കൂലേ? പീസ് ഉള്ളതില് ഫസ്റ്റ് പീസ് ഇതാ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. ഇപ്പൊ കംപ്ലീറ്റ് ആക്കില്ലേ? ഇപ്പൊ ഭയങ്കര സ്ലോ ഈറ്റർ ആട്ടോ. ഭയങ്കര സ്ലോ ഈറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ഈറ്ററാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പറാണോ? ഗൈസ്, അങ്ങനെ അവൻ ഫൈനലി നമ്മുടെ 4 പീസ് ഉള്ളതിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പീസ് അവൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അവൻ ചാർജ് ചെയ്യാൻ പോവാണ്. പക്ഷെ അവൻ ചാർജ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല, കാരണം ഭയങ്കര സ്ലോ ഇട്ടറാ. നിനക്ക് പാപം കിട്ടൂടാ. ഇത്രയും ഫുഡ് എൻ്റെ മുമ്പിൽ ഇട്ടിട്ട് നീ ഇപ്പം ഇങ്ങനെ പതുക്കെ കഴിക്കണതിന്. ഇത് കഴിച്ചിട്ടാണ് എനിക്കെന്തെങ്കിലും പോയി കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കഴിച്ച് തീർത്താൽ 10,000 കൊടുക്കും. കഴിച്ച് തീർത്തില്ലെങ്കിൽ വയറിറച്ച് ഫുഡ് ഞാൻ കൊടുത്തു. ജയവും തോൽവി അല്ല ഇതില്, പാർട്ടിസിപ്പേഷൻ അല്ലേ? അമ്മോരുണ്ട്, പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ് എന്നല്ലേ. ജയവും തോൽവിയും പിന്നത്തെ കേസാ അല്ലേ. നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് അറ്റൻഡ് ചെയ്യുക. ജയിക്കുക തോക്കുന്നുള്ളത് ദൈവത്തിന്റെ ഇരിക്കണതില്ല. എന്തിനാ ഞാൻ ആവശ്യമില്ലാത്തായിരിക്കും പറയണേ, അല്ലേ ദൈവത്തിന്റെ ആയിരിക്കും പറയണേ. ഭക്ഷണം കഴിക്കണേ. ക്ലബ് സാൻഡ്വിച്ചിന്റെ രണ്ടാമത്തെ പീസ് കഴിച്ച് തീർത്തുണ്ട്. ആ ക്ലബ് സാൻഡ്വിച്ചിൽ തന്നെ ഇനിയൊരു 2 പീസും കൂടെ ഉണ്ട്. ആള് സ്ലോ ഈറ്റർ ആയതുകൊണ്ട് ഇവന് കഴിച്ച് തീർക്കില്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അതോ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ആണോ എന്ന് എനിക്കറിയില്ല. അതായത് എന്താ പറയണേ, ഞാൻ മടുത്തു എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഞാനത് ക്യാമറ പറയുമ്പോഴത്തേക്കും പിള്ളേരടുത്ത് പീസ് എടുക്കും. അതാണ് എനിക്ക് മനസ്സിലാവുള്ളത്. ഇവന്റെ ജ്യൂസ് വേണോ? വേണ്ടേ? സോഡ കുടിച്ചാൽ വയറ് അറിയൂലേ? കമ്പനിക്കാരൊക്കെ അറിഞ്ഞായിരുന്നോ നീ ഇതില് പങ്കെടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ? എന്താ പറഞ്ഞ അവര്? പൊളിക്കാൻ പറഞ്ഞു. 10,000 കൊണ്ട് വരാൻ പറഞ്ഞല്ലേ? ആ 10,000 കിട്ടിയ നീ എന്തി? പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ അവിടുത്തെ കമ്പനിക്കാർക്ക് ട്രീറ്റ് കൊടുക്കുന്നു. ഫൈനൽ ഒരു ബൈറ്റും കൂടെ 4 പീസിൽ 3 പീസ് കംപ്ലീറ്റ് ആവാൻ ഇനി ലാസ്റ്റ് ഒരു ബൈറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിലും ഭയങ്കര സ്ലോ ഈറ്റർ ആട്ടോ.
അവൻ പിന്നെ നമ്മളെ വെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ബൈറ്റിലുണ്ടായിരുന്ന അവൻ പിന്നെ അത് 2 ബൈറ്റാക്കി കിട്ടോ. അതൊക്കെ കഴിച്ചാൽ മതിടാ. നിനക്ക് വേണ്ടി കാത്തിരുന്ന് ഈ സ്ട്രോ വരെ മരിച്ചുപോയി കണ്ടോ. എങ്ങനെയുണ്ട്? ചെറുതായിട്ട് ഫില്ലാവുന്ന പോലെ തോന്നുന്നുണ്ടോ? അവൻ ഗ്രേപ്പ് സോഡ ചാർജ് ചെയ്യാൻ പോവാണ്. കണ്ണൊക്കെ ചിമ്മണ്ടല്ലോ. ഭയങ്കര ക്ഷമയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. എനിക്ക് ഇത്ര ക്ഷമയൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഓടിയിട്ട് വരാൻ തോന്നുന്നുണ്ടോ? ആക്കൊന്ന് ഓടിയിട്ട് വന്നെന്നൊക്കെ പറയണ്ട്. പിറവ് മൊത്തം കിടന്ന് ഓർഡർ ചെയ്തിട്ടെന്ന്. ഭയങ്കര ഹെവി അല്ലോ ഇവിടുത്തെ ഫുഡൊക്കെ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേറൊരാളോട് ഇപ്പൊ ഒരു ഫുഡ് സ്പോട്ട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത്ര ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഷുവർലി ഇംഗ്ലീഷ് മാൻ കുട്ടി കുട്ടൻ. എനിക്കും ഭയങ്കര ക്ഷമയുണ്ട് കേട്ടോ. ഞാൻ ഒരു പച്ചവെള്ളം പോലും കുടിക്കാണ്ട് വിട്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ഫീലിങ്സ്? എന്താണ് അടിക്കണം എങ്ങനെയും 15 ഇത് കഴിച്ചു ചേർത്താൽ ഞാൻ 15 തരും. നീ 15 തന്നെന്ന് പറഞ്ഞ ഇവിടെ കഴിഞ്ഞാലും ഞാൻ തരുമൊന്നുമില്ല. ഇത് കഴിച്ചിരിക്കണം, അതാണ് ചലഞ്ച്. ക്ലബ് സാൻഡ്വിച്ചിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിച്ച് തീർക്കോ ഇല്ലയോ? ലാസ്റ്റ് ബൈറ്റ് ആണെന്ന് ഞാൻ കരുതി, പക്ഷെ ലാസ്റ്റ് ബൈറ്റ് അല്ലായിരുന്നു. പുള്ളി മറ്റേ സെറ്റപ്പ്. ഈ വേട്ട അവസാനിപ്പിച്ചു നിരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ വേട്ടക്കാരൻ എന്ന് അറിയില്ല, അതേപോലെയാണ്. ഭയങ്കര അങ്ങനെ ഫൈനലി അവൻ നമ്മുടെ രണ്ടാമത്തെ ഐറ്റമായ ബീഫ് ക്ലബ് സാൻഡ്വിച്ചും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്ത് മാറ്റിക്കാം. ഇനി ഒരു ക്ലാപ്പ് ഇറക്കിക്കുന്നുണ്ട്. ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഓരോടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനി അതാണ്ടേ ലോഡർ ഫ്രൈസ് ആണോ? അല്ല മാതള നാരങ്ങയൊക്കെ. അനാറൊക്കെ ഇട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബർഗർ മതിയോ? അവൻ പിന്നെ നമ്മൾ വെട്ടിച്ചുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്ത് ഓർത്തു. പുള്ളി ബർഗറിലേക്കാണ് പോയത്. അത്യാവശ്യം ഹെവി അല്ലേ? സമയം എടുത്തോട്ടു. നീ അല്ലെങ്കിൽ സമയം എടുക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ബണ്ണ് മാത്രമല്ല, അതിങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ടോ അങ്ങനെ ഒരു ബൈറ്റ് അടിക്കണം. അതെടുക്കാം. അങ്ങനെ അസർവിഷിന്റെ നല്ല ചൂടുക്കണ്ടിട്ടാ. ഞാൻ കുറച്ച് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഞാൻ എങ്ങോട്ട് നോക്കണമെന്ന് ഒരു മനസ്സിലാവില്ലല്ലോ. ഗ്ലാസ് വെക്കണം നിനക്ക്. ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന് കഴിച്ചു. എങ്ങനെയുണ്ട്? ഒരു മശങ്ങുന്ന ഒരു ഫീൽ ഉണ്ടോ? ചെറുതായിട്ട് ഉണ്ടല്ലേ? ഈ 6 ഐറ്റം നീ കംപ്ലീറ്റ് ചെയ്യോ? പിന്നെ നിനക്കൊരു ഡൗട്ട്, എന്ത് പറ്റി കുട്ടാ? അങ്ങനെ പറയല്ലേ. ബർഗറാണോ? വേണ്ട, കഴിച്ചു. അത് തന്നെ ഭയങ്കര സ്നേഹമാണല്ലോ നിനക്ക്. ഇപ്പൊ കഴിച്ച 3 ഐറ്റത്തില് ഏതാ ബെറ്റർ? ആദ്യം കഴിച്ച റാപ്പാണോ? റാപ്പ് എടുത്ത സിഗ്നേച്ചർ ആയിട്ടാണ് കഴിച്ചു. പൊളിസാണോ? വാശിയേറിയ പോരാട്ടത്തിലാണ് ഗായ്സ്. ഇവൻ ഫിനിഷ് ചെയ്യോ ഇല്ലയോ? ഫിനിഷ് ചെയ്യില്ലേ? ഫിനിഷ് ചെയ്യായിരിക്കൂലേ? അങ്ങനെ പറയാം. ഇനിയിപ്പോ 3 ഐറ്റം കഴിച്ചിട്ടുണ്ട്. ഇവന് വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ട് കൊടുത്തേക്കാണ്. ഇവന് ഇവിടെ 10 ഐറ്റം ഫിനിഷ് ചെയ്താൽ മതി. 10 ഐറ്റം ഫിനിഷ് ചെയ്യുവാണെങ്കിൽ 10,000 രൂപ. 10 ഐറ്റം ഫിനിഷ് ചെയ്യോ? ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാമോ? അല്ലതേ ഇവിടെ തന്നെ ഫുഡ്. ഇതിലിപ്പോ നിനക്ക് കഴിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ എരിവ് കൂട്ടിയോ ഉപ്പ് കൂട്ടിയോ അല്ലെ മുളക് കൂട്ടിയോ അങ്ങനെയൊന്നും തന്നിട്ടില്ലല്ലോ. നോർമൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഇല്ലല്ലേ? അല്ലേ? അതായത് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ലല്ലോ. ഇവരിവിടെ എങ്ങനെയാണോ മറ്റു കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യണേ അതേ രീതി തന്നെ. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുള്ളവർക്ക് ഇനി ഇതുപോലത്തെ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതായത് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കുക അല്ലേ? നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു നഷ്ടം ഉണ്ടായില്ല. ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വയറിറങ്ങിട്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. ബർഗറിന്റെ ഓൾമോസ്റ്റ് ഒരു പീസ് തീരാറായിട്ടുണ്ട്. എന്ത് നടക്കും? അങ്ങനെ എന്റെ സാധനം വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫിനിഷ് ചെയ്തെന്ന് എനിക്ക് എന്ത് തരും? ഫിനിഷ് ചെയ്താ ഇത് 2 ബ്രെഡ്. ഇത് ഞാൻ കുടിച്ചേർത്താ എനിക്കെന്ത് വരും എന്ന് വെച്ചാൽ ഇത് 2 ബ്രോ എടുത്തോ. ഇത് നിനക്ക് കഴിക്കാൻ കൊണ്ടിരിക്കണ നിനക്ക് വേണ്ട. അതിനപ്പൊ 10,000 രൂപ വേണ്ടേ? അങ്ങനെ സ്നേഹം കൊണ്ട് പറഞ്ഞാട്ടോ, മടുത്തട്ടല്ല അല്ലേ? ഒന്ന് ഓടിയിട്ട് വന്നെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഓടാൻ പോണോ? ബർഗർ കഴിച്ച് കഴിയുമ്പോ ആക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നീ ഓടിക്കോടാ. നീ എന്ത് വേണേലും ഓടിക്കോ. ദൂരം ഇവിടെ ഇരിക്കാൻ പോവാ. 2 മണി വരെ സമയം ഇവിടെ കട. പിന്നെ 2 മണി വരെയൊക്കെ ഇരുന്ന് ചലഞ്ച് ഏറ്റെടുത്തേക്ക് കേട്ടോ. അതായത് നീ കണ്ടിന്യൂസ്ലി ഫുഡ് കഴിച്ച് നിനക്കൊരു ഇടയ്ക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് തരും. ഓരോ ഫുഡ് കഴിയുമ്പോഴല്ല. നിനക്ക് ഒരു നീ ഇപ്പൊ ബർഗർ കഴിച്ച് കഴിഞ്ഞ് അതായത് 10 മിനിറ്റ് കഴിയുമ്പോൾ നീ അടുത്ത ഫുഡ് എടുത്തോണം. അല്ലെങ്കിൽ നീ കണ്ടിന്യൂസ്ലി ഫുഡ് കഴിച്ചോ. നിനക്ക് ഓഫറിലാട്ടോ. ഓഫർ ക്യാൻസൽ. പിന്നെ റെസ്റ്റ് ഇല്ലാട്ടോ. നീ ഇവിടുന്ന് അനങ്ങരുത് കേട്ടല്ലോ. നിനക്ക് ഓട്ടോ ഇല്ല ചാട്ടോ ഇല്ല. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീ കഴിക്കും. നിന്നിട്ട് പറ്റും. ഒരു പാട്ട് ഇട്ടെ? വേണ്ട, ഞാൻ പാടിയാലോ? എന്നാ നീ ഒരു പാട്ട് പാട്. വേണ്ടേ? അങ്ങനെ പറയല്ലേ, ഒരു പാട്ടൊക്കെ ആവാം. പുള്ളി ആദ്യം ഇത്രയും കനത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് വന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ കിള്ളി പറിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. മടുത്തതാണ്. അത് പിന്നെ പറ്റിക്കലാണ്. പാട്ട് പാടാം. നീ പാട്ട് പാടുവോ? ഓഫർ ഉണ്ടാ? ഇത് നിനക്ക് കഴിക്കാൻ തരും. അതാണ് ഓഫർ. ഇവിടെ 10,000 രൂപയുടെ ഓഫർ. ഞാൻ ഇത്രയും വലിയ ഓഫർ നിനക്ക് തന്നില്ലേ? ഐറ്റംസ് വരാൻ പറയട്ടെ? വേണ്ട. എന്ത് പറ്റി വേണ്ടെന്ന് പറയാൻ കാരണം ഒന്നിപ്പോ ഉള്ള ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ. അല്ല, പുള്ളി അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് ഓടിട്ടൊക്കെ വരാൻ. അതാണ് അവൻ ഞാൻ സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഓടാണല്ലോ. ഇതിന്റെ ബാക്കിൽ പാർക്കൊക്കെ ഉണ്ട്. പിള്ളേരെ കൊണ്ടൊക്കെ വന്നവർക്ക് പാർക്കിലൊക്കെ പിള്ളേരെ കളിപ്പിക്കണമെങ്കിൽ ഇതിന്റെ പുറകിൽ പാർക്കൊക്കെ ഉണ്ട്.
സ്ട്രോ പോയില്ലേ? സ്ട്രോബെറി ഒന്ന് എണീറ്റിട്ടിരിക്കണോ? വൊമിറ്റ് ചെയ്യൊന്നുമില്ലല്ലോ? ഇല്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ തന്നെ മടുത്തുപോയി. പിന്നെ ഫുഡ് കഴിച്ച് അവൻ്റെ കാര്യം പറയണോ? ഛർദിക്കില്ലേ? വിത്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മറ്റേ ദിമ്മിമെത്തൈ അടിക്കുന്നു. ഒപ്പ നമ്പർ 5. പക്ഷെ നീ 3 ആയിട്ടായിട്ടുള്ളൂ കേട്ടാ. ഇവൻ വന്നപ്പോൾ ഇതെല്ലാം കഴിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കുമായിരിക്കുമല്ലേ? കണ്ടോ, ഇപ്പോഴും അവന്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ടോ? കഴിക്കുമെന്നാണ് പുള്ളി പറയണത്. എന്നെ ഇടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. കയ്യൊക്കെ ചുറ്റി കാണിക്കുന്നുണ്ട്. എന്താണ് മൊത്തത്തിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു എങ്ങനെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ? 2 മണിയാവും കഴിച്ച് കഴിയുമ്പോൾ. ആളിന്ന് രാത്രി 2 മണി വരെ ഇവിടെ ഇരിക്കാൻ പോവാന്നൊക്കെയാണ് പറയണത്. നേരത്തെ ഇങ്ങനെ എടുത്തോണ്ടിരുന്നായിരുന്നു, പിന്നെ അത് ഇങ്ങനെയായി. ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ തൊട്ടടുക്കുന്നൊക്കെ ഉണ്ട്. സംസാരിക്കാൻ പറ്റണില്ലേ? ഉണ്ടായിരുന്നു അതല്ലേ? അയ്യോ, മിണ്ടാണ്ടിരുന്നാണോ എന്നോട് പറഞ്ഞേക്കണേ? എനിക്കങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഇവൻ ചിലപ്പോ എന്നെ തല്ലാൻ സാധ്യത ഉണ്ട്. എടാ, ഇങ്ങനെ മിണ്ടി കഴിക്കുമ്പോഴാണ് നമുക്കതിങ്ങനെ ആസ്വദിച്ച് നമ്മുടെ വയറിലൊക്കെ ചെന്ന് അതിങ്ങനെ ഭക്ഷണത്തിനോട് എന്തെങ്കിലുമൊക്കെ കഥ പറ. നീ എന്തോ ഒരു വികാരമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണേ കാർത്തികേ. കണ്ടോ, പുള്ളി ഫുൾ ചാർജ് ആയിരിക്കുന്നു. കമോൺ എന്തൊക്കെയോ പറയണമെന്നുണ്ടല്ലേ? പക്ഷെ ഒന്നും പറ്റുന്നില്ല. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടാ. ഇവിടുത്തെ സ്റ്റാഫ് കുറച്ച് ജിൽ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞപ്പോ തന്നെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പൈനാപ്പിൾ സോഡ. റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ലേ? പക്ഷെ അവൻ കണ്ടിന്യൂസ്ലി ഓൾമോസ്റ്റ് 3 ഐറ്റംസ് ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. അതുപോലെ ഒരു സോഡ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ ആണോ? ഇത് വരാനായിരുന്നു ഞങ്ങളുടെ വെയിറ്റിംഗ് അല്ലേ? ഇത് ഐസാണ്, സീനൊന്നുമില്ല. ഇളക്കണ്ടേ? അവൻ സോഡ കുടിക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ 3 ഐറ്റം ഫിനിഷ് ചെയ്തത്. ഇത് ചേർത്ത് 4. പക്ഷെ ഇനി കിടക്കുമല്ലോ ഐറ്റംസ്. മൊത്തം 10. നിനക്ക് ഓഫർ തരാന്ന് പറഞ്ഞതാ. ഇവിടുത്തെ ഫുൾ മെനു കഴിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എടുത്തുള്ളൂ. എല്ലാ ഐറ്റത്തിൽ നിന്നും 1 ഐറ്റം 2 ഐറ്റം ഒക്കെ വെച്ച് 2 ഐറ്റം കഴിച്ചു. 1 ഐറ്റം 2 ഐറ്റം കഴിച്ചു. 1 ഐറ്റം നീ കുടിച്ചു. 3 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 4, 5, 6, 7, 8, 9, 10. എന്ത് തോന്നുന്നു? സോഡയുടെ ഗ്യാസ് കുറയ്ക്കണമെന്നോ? പിന്നെന്താ പിന്നെ പച്ചവെള്ളം കുടിച്ചാ പോരെ? സോഡാന്ന് അതിന് പേരല്ല, അതിന് ഗ്യാസ് ഉള്ള. അങ്ങനെയല്ല, നമ്മുടെ ഈ സോഡ നമ്മുടെ അകത്തല്ലേ? അകത്തുനിന്ന് നമ്മുടെ അകത്തുനിന്ന് ഒരേ മറ്റേ ഏമ്പക്കം മഞ്ഞേന് അതില്ലെന്നാണ് പറയണേ. അത് വരട്ടേതാണോ? അതവിടെ തടഞ്ഞു നിർത്തിക്കണ എന്തിനാ? ഇങ്ങ് വിടങ്ങട്. മച്ചാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു സീനും അതെ, നമ്മൾ തീർക്കും പറഞ്ഞാൽ തീർക്കും, അത്രേ ഉള്ളൂ. അതുപോലും അവന് പറയാൻ താല്പര്യമില്ല. സോഡ എങ്ങനെയുണ്ട്? പൈനാപ്പിൾ സോഡ കൊള്ളാം, സൂപ്പർ. ഇതുവരെ കഴിച്ചല്ല, സൂപ്പർ. ഇപ്പൊ ഇത് ലാഗായിട്ടും കഴിക്കുന്നതല്ല കേട്ടോ, വയ്യാത്തോണ്ട് കഴിക്കണത്. അത് അല്ലാണ്ട് പുള്ളി പമ്മി കഴിക്കണതല്ല ഇത്. അല്ലല്ലോ, മടുത്തല്ലേ? ശരിക്കും മടുത്തോ? 100-ല് ഒരു എത്ര ശതമാനം മടുത്തു? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നമുക്ക് കുറച്ച് വട്ടാനൊക്കെ പറയാം. അപ്പോഴത്തേക്ക് ഒരു ലെവലാവും. ഒരു 80%. 80% മടുത്തു. 20% ഉണ്ട്. 20%-ൽ നമുക്ക് ഒരു 10-15 ഐറ്റം ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഒരു നോട്ടൊക്കെ കണ്ട. എന്നാലും എന്തോ ഓഫർ? ഇതെന്താ ഓഫർ വേണ്ടേ? 10,000 രൂപ. എത്ര പേരുടെ ഒരു മാസം പണിക്കാശാന്നറിയോ? കുക്കുംബറൊക്കെ ഫിനിഷ് ചെയ്യണ്ടോ? എല്ലാം സെറ്റപ്പ് ആണല്ലേ? നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? പിന്നെ എങ്ങനെയുണ്ട്? പൊളി. ഒന്നും പറയാനില്ല. 100%. അതിൽ കുറയാണ്ടൊന്നുമില്ല. പിന്നല്ല. അയ്യോ, ബർഗറൊക്കെ കുത്തി കീറി അതിന് ഓപ്പറേഷൻ ചെയ്ത് സർജറി ഒക്കെ ചെയ്താണ് ഇവിടെ ഒരാൾ കഴിച്ചോണ്ടിരിക്കണേ. ഭയങ്കര സ്നേഹമുണ്ടോ കാർത്തികിന്? വിശക്കണ്ട എന്നോട് കഴിച്ചോളാനൊക്കെ പറയുന്നുണ്ട്. ചിന്താവിഷ്ടയായ കാർത്തിക്. അതിലുപരി എന്തു ചെയ്യണമെന്നറിയില്ലാണ്ട് ഇവിടെ ഇരിക്കുന്ന കുച്ചിപ്പയ്യ, പാമ്പാക്കടയുടെ മുത്ത്, എറണാകുളം ജില്ലയുടെ അഭിമാനം കാർത്തിക്. വീട്ടിൽ നിന്ന് വന്നപ്പോ അമ്മ എന്നാ പറഞ്ഞേ? 15 കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ റോക്കി ബായി ആവോ? തലയൊക്കെറിയുണ്ട്. വീട്ടിൽ അമ്മക്ക് അങ്ങനെ ഒരു ഡൈലോഗ് അടിച്ചാൽ പോരല്ലേ? ആളെ കാറിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് പറഞ്ഞത് എന്തായാലും ഞാൻ വിൻ ചെയ്യും, 10,000 രൂപ കൊണ്ടുപോകും. ചേട്ടായി കണ്ടോ? ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാ ഇച്ചിരിയുള്ള പാട്, ഇച്ചിരി അധികം പാടാണ് ഗൈസ്. ഇച്ചിരി അധികം എന്നല്ല, നല്ല പാടാണ് അല്ലേ? വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അങ്ങോട്ട് പറ്റണല്ലേ? ഒന്ന് നടന്നിട്ട് വരും. കമോൺ. ഓക്കെ, സോഡ കുടിച്ച് കഴിഞ്ഞിട്ട് നടക്കാന്നാണ് പറഞ്ഞേക്കണേ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അവൽ മിൽക്ക് പറഞ്ഞാലോ? വേണ്ട, കുടിക്കാൻ വേറെ മറ്റേ റോ മാംഗോ സോഡ മതിയോ? അല്ല, നമുക്ക് ഒരു അവൽ മിൽക്ക് പറഞ്ഞാലോ? കൺഗ്രാജുലേഷൻസ്. ആ നമ്മുടെ
2 കഴിക്കണ ഐറ്റവും 2 കുടിക്കണ ഐറ്റവും കാർത്തിക് അതിഗംഭീരമായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ബർഗറിന് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാർട്ട് വേറെയാണ്, ചെവി കണ്ണ് കിറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഗൈസ് അവൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ്. ആളൊന്ന് നടക്കാനൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെങ്ങോട് ഇറന്നോ, ഛർദിക്കരുത്. ആളതൊരു നടക്കണൊക്കെ ഉണ്ട്. കാർത്തിക് ഹായ്. മച്ചാൻ 4 ഐറ്റം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 കഴിക്കണതും 2 കുടിക്കണതും. ഇനി ഒരു സിംഗർ സാൻഡ്വിച്ച് ഉണ്ട്, അതുപോലെ നമ്മുടെ ലോഡർ ഫ്രൈസും കൂടെ ഉണ്ട് കേട്ടോ. അവൽ മിൽക്ക് പറ്റ എന്നിട്ട് തീരുമാനിക്കാന്ന്. അങ്ങനെ കുറച്ച് നേരത്ത് കാർത്തികിൻ്റെ റെസ്റ്റിന് ശേഷം കാർത്തികിന് അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അവന് എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഒരു അവൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക് സ്പെഷ്യൽ എന്നാണ് ഇതിൻ്റെ പേര് വന്നത്. അളന്നൊക്കെ നോക്കണ്ട കേട്ടോ, ഞാൻ വയറിലൊന്ന് വെച്ച് നോക്കി അത്ര ഫില്ലാവാനുണ്ടോയെന്ന്. ഇത് അവൽ മിൽക്ക് ഫിനിഷ് ചെയ്യുമോ? തമ്പുരാനറിയാം. ഇത്ര നേരം പറഞ്ഞിട്ടിരുന്നെങ്കിലൊന്നുമല്ല, ഞാൻ 10,000 കണ്ട് വീട്ടിൽ പോകുന്നൊക്കെയാണ്. നമ്മുടെ ഐറ്റംസ് ഒക്കെ കുറച്ച് ഹെവിയല്ലേ? കുറച്ചധികം ഹെവിയല്ലേ? പക്ഷെ എല്ലാവർക്കും നല്ലൊരു മീലൊക്കെ കഴിക്കാനാണെങ്കിൽ ഇവിടെ വന്നിരുന്ന വയറ് വെച്ച് പോകാല്ലേ? ഒറ്റ നേരം കഴിച്ചാൽ മതിയില്ലേ? സ്റ്റാർട്ട് കാർത്തിക്, സ്റ്റാർട്ട്, തുടങ്ങൂ. അതിൽ നിനക്ക് കഴിച്ചിട്ട് എന്തൊക്കെ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞേ? നട്ട്സ് ഉണ്ട്, ട്യൂട്ടി ഫ്രൂട്ടീസ് ഉണ്ട്, അവലുണ്ട്. പിന്നെ അവൽ മിൽക്കിൽ പിന്നെ അവലല്ലാണ്ട് പിന്നെ 1.5 മിറ്റിലിടും. നല്ല ഭാഷയല്ലേ? നീ ചിരിച്ചല്ലോ. എങ്ങനെയുണ്ട് സാധനം? പൊളിയാണോ? വേണ്ട, കഴിച്ചു. നീയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അവന് ഈ ഐറ്റം കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ 5 ഐറ്റം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പുറം നീ കുത്തിക്കീറി വെച്ചാൽ ബർഗർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിംഗർ സാൻഡ്വിച്ച് ഉണ്ട്, ലോഡഡ് ഫ്രൈസ് ഉണ്ട്. എന്തെങ്കിലും സംസാരിക്കൂ കാർത്തിക്. ഇവിടുത്തെ ഐറ്റംസിനെ പറ്റി എന്താ പറയാ? സൂപ്പർ ഐറ്റംസ് ആണ്. നിന്നെങ്കിലും കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അത്രല്ലേ ഉള്ളൂ? ബാക്കിയെല്ലാം സൂപ്പറാണ്. ഒറ്റ വലിക്ക് നമുക്ക് അവൽ മിൽക്ക് തീർത്താലോ? എന്നെ തല്ലൊന്നും ചെയ്തിട്ടോ. ഈ അവൽ മിൽക്ക് കൊള്ളൂലെന്നാണ് ആദ്യം വിചാരിച്ചത്. സൂപ്പറാണ്. അയ്യോ, കാല് ചെറുതായിട്ട് പുള്ളിയുടെ മേത്തൊന്ന് ടച്ച് ചെയ്തായിരുന്നു. പുള്ളി പറയാ തട്ടാണ്ടിരുന്നേ, തട്ടി ഞാൻ ചിലപ്പോ ഛർദിക്കുമെന്ന്. അവൽ മിൽക്കില് ഇത്ര നട്സ് ഒന്നും ഇട്ട് കൊടുക്കില്ല, മുതലാവൂല. മുതലാളിയോട് സ്പെഷ്യലായിട്ട് പറയാനുള്ളതല്ലേ? അത് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് അത്രയും നന്നായിട്ട് ചെയ്തു കൊടുക്കണമല്ലേ? ഇതൊന്നേരം ചെയ്തു കൊടുക്കരുതെന്നോ? അതിന് പാവത്തിന്റെ ജെനുവിൻ ഒരു അഭിപ്രായമാണത്. ദൂരെ കിഴക്കുദിക്കും ആണിക്ക ചെമ്പഴുക്ക, ഞാനൊന്ന് എടുത്തു വെച്ചേ. എനിക്ക് വേണ്ടി പാട്ടൊരു പാടി തന്നെ ആരെയും ചെയ്യൂലൊക്കെ. ചെറിയ ഒന്നുണ്ടോ? കുഴപ്പമില്ല, ഓക്കെ അല്ലേ? ഇവിടുത്തെ ഐറ്റംസിൽ പകുതി പോലും നീ കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കി ഓർണം. കഴിച്ചു നോക്കി ഓർണമെന്നോ? ഞാനൊരു ഐറ്റം കഴിക്കാം. അപ്പൊ അതൊരു ഐറ്റം ആയിട്ട് കൂട്ടട്ടെ? കണ്ട അറിയാം എന്നാന്ന് ഇതൊരു ഭംഗി, ഇതിന്റെ ഒരു തിക്നെസ്സും ഊഷ്മളതയും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്നാണ് ഉദ്ദേശിച്ചത്. ഒന്നുമില്ല ഗൈസ്, വെറുതെ പാവത്തിന് വയറൊക്കെ നിറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റണില്ല. അതുകൊണ്ടാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നൊരു ഫീല്? 10,000 എങ്ങനെയും മേടിക്കണം. അതാണ് മച്ചാൻ്റെ അത്യാഭിലാഷം. നമ്മുടെ ഈ പരിപാടിയിൽ സെലക്ട് ആയിരിക്കുന്നത് നമ്മുടെ ക്യാമറമാൻ്റെ സ്വന്തം അന്യം തന്നെയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമൻ പിക്കർ കറക്റ്റായിട്ട് നിന്നെ തന്നെ അങ്ങ് പിക്ക് ചെയ്തില്ല. എന്ത് പറയാ, എങ്ങനെയാലും കിടക്കണം എന്നാണോ? കിടക്കണമെന്നല്ല, എങ്ങനെയാലും ആദ്യം പറയാനില്ല. വയറ് നിറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടോ? ഉണ്ടോ? എന്ത് ചോദ്യം ചോദിക്കണം? മനസ്സിലായില്ലേ? വയറ് നിറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടോ? ഉണ്ട്, നല്ല രീതിയിലുണ്ട്. എന്റെ ചിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നുള്ള നീ ഐറ്റം ഫിനിഷ് ചെയ്താതെ ഞാൻ 10,000 രൂപ തരും. നീ ചോദിച്ച വാട്ടർ എന്താണത്? ചൂടുവെള്ളം കുടിക്കാന്ന് പറയുമ്പോ
ചൂടുവെള്ളം നല്ലതാണ് കുടിക്കുന്നത്. പിന്നെ ചൂടുവെള്ളം കുടിക്കുക നമ്മുടെ വായിലുള്ള മയോണൈസിന്റെ ഒക്കെ വേണ്ടി വയല് കൂടുതലുള്ളത്. പിന്നെ ഇപ്പൊ നമ്മള് കഴിച്ച മിൽക്കിന്റെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചൂടുവെള്ളം കുടിക്കണം. ഇച്ചിരി ചൂടുവെള്ളം ആവാം. അപ്പൊ ഗൈസ് ടെക്നിക്ക് ഓർത്ത് വെച്ചോ, നമ്മുടെ വായിൽ മറ്റേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകാൻ ചൂടുവെള്ളം കുടിക്കണം. അതിന് വാ പൊള്ളിയിട്ട് പോകണോ? നമുക്ക് റീൽ എടുത്താലോ? റീൽ എടുത്താലും ഓഫർ ഉണ്ടോ? റീൽ എടുത്താൽ വല്ല ഓഫർ ഉണ്ടോ? എന്തെടുത്താലും ഓഫർ വേണം. നിനക്ക് 10,000 രൂപയുടെ ഒരു ഓഫർ തന്നില്ലേ, അതിൽ കൂടുതൽ വലിയ ഓഫർ വേണോ? അത് ഒരുമാതിരി ഓഫർ ആയി പോയല്ലേ. നീ കണ്ടിന്യൂസ്ലി ഇപ്പൊ ഫുഡ് കഴിക്കാണ്ട് നിന്ന് ഇരിക്കാൻ വേണ്ട 10 മിനിറ്റ് ആവുമ്പോ കേട്ടോ. നോ ബ്രോ, ഞാൻ കഴിച്ചു ചേർത്തിട്ട് 5 മിനിറ്റ് ആയോ. ചിക്കൻ പീസ് ചിക്കൻ പീസ് കഴിച്ചോ? 50 നോട്ടെണ്ണം തരുവാണെങ്കിൽ 50 നോട്ടെണ്ണം തരുന്നോ? നിനക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ 10,000 രൂപ തരാന്ന് പറഞ്ഞില്ലേ? നിന്നെ കൊണ്ട് വല്ല പണി ഏൽപ്പിച്ചോ? ഒരു തൂമ്പ പണി ഏൽപ്പിച്ചോ? ഒരു പെയിന്റിങ്ങിന്റെ പണിക്ക് ഞാൻ വിട്ടോ? ഇത്ര ഫുഡ്, അത് ടേസ്റ്റ് ആയിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് തന്നിട്ട് അത് കഴിച്ച് 10,000 തരാന്ന് പറഞ്ഞിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പുള്ളിക്ക് ഓഫറുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ സുഖമാണ്. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോണു. നിനക്ക് അങ്ങനെ സുഖമാണോ? പിന്നെ സുഖമാണല്ലേ. നിന്റെ ഫുഡ് ചലഞ്ച് കാണാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരൊക്കെ വന്നിരിക്കണ്ടേട്ടാ. ഇപ്പഴാണല്ലോ കണ്ടേ. പുള്ളി ഭക്ഷണം കഴിച്ച് മശങ്ങി ഇരിക്കും കേട്ടോ. അതാ നീ ഒരു 15 മിനിറ്റുള്ള, നിനക്ക് ഒരു 15 മിനിറ്റ് അതിന് അതിന് മുമ്പ് നീ ഒരു ഐറ്റം ഫിനിഷ് ചെയ്യണം. ഇപ്പൊ കുറെ സമയമായി ആ ബർഗറിന് നീ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ട്. 6:15 വരെ സമയല്ലേ? 6:15 6:05 വരെ 6:05 കൂട്ടിക്കോ തൽക്കാലം. തൽക്കാലം അങ്ങനെ ഇപ്പൊ കൂട്ടണല്ലോ. എവിടെ പോണ്? എവിടെ പോണില്ല, ഇവിടെ ഇരിക്കും. നിനക്ക് റെസ്റ്റ് ഒക്കെ നന്നായിരുന്നു. എന്നാലും ഇപ്പൊ വരാന്നാ. എവിടെ പോയിട്ട്? ബർഗർ ഭയങ്കര ഹെവിയാണ്. ബർഗർ ഭയങ്കര ഹെവി ആയിട്ടില്ല ഗൈസ്. ബർഗർ പുള്ളിയുടെ വയറ് നിറഞ്ഞുകൊണ്ടാണ്. നീ എൻ്റെ പ്രതീക്ഷകളൊക്കെ കളയുവാണോ? നീ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. നീ ഫുഡ് കഴിക്കും, ഞാൻ തീർക്കും, 10,000 രൂപ ഞാൻ കൊണ്ടുപോകുന്നൊക്കെയാണല്ലോ പറഞ്ഞേ. എന്നിട്ട് എന്ത് പറ്റി കുട്ടാത്തെ? കഴിച്ച് അങ്ങനെ നമ്മുടെ സക്സസ്ഫുള്ളി കാർത്തിക് അവൽ മിൽക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സ്പെഷ്യൽ അവൽ മിൽക്കാണ്. അവൽ മിൽക്ക് എങ്ങനെയുണ്ട്? വെള്ളം കംപ്ലീറ്റ് ചെയ്യണം. അതെ പക്ഷെ ഡൈറ്റ് ആയിട്ട് കൂട്ടില്ല. സക്സസ്ഫുള്ളി 1 2 3 4 5 ഐറ്റം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബർഗറിന് അവൻ ഇപ്പോഴും കുത്തി കയറിയിട്ടുണ്ട്. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇനി വെള്ളം കുടിച്ച വയറ് അറിയൂട്ടോ. നിറയട്ടെന്നോ? വെള്ളം വേണോ? പെട്ടെന്നാണ് സമയമില്ല. പെട്ടെന്ന് സമയമില്ലതോ? അതെന്താ നീ അങ്ങനെ എല്ലോ പറഞ്ഞ 2 മണി വരെ സമയം ഉണ്ടല്ലോ. വെള്ളം വന്നു കണ്ടോ, പറന്നു വന്നു. പറന്നാണ് ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം സാധനങ്ങൾ കൊണ്ടുത്തരുന്നത്. അത് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യണം. നീ എന്തെങ്കിലും മിണ്ടറാ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിന്റെ ഫ്രണ്ട്സിനോടും. എന്റെ ഫ്രണ്ട്സ് ഇന്നലെ 2 പേര് പറഞ്ഞു ഇത് പോയി അടിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അനന്തകൃഷ്ണനും അഭിനവും അഭിനവ് ഇത് കാണേണ്ടതാണ്. രാവിലെ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ അയച്ചു തെരഞ്ഞെടുക്കണ വീഡിയോ. രാവിലെ 2 പേര് മെസ്സേജ് അയച്ചു. അനാമിക, അനാമികയും പ്രഗില. അവനത് പറയാൻ പറ്റില്ല. അനാമികയും ആ പറഞ്ഞ ആ കുട്ടിയും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. പാവത്തിന് വലിയൊരു ചലഞ്ച് ഇവിടെ കിട്ടിയിട്ടിരിക്കുവാണ്. ഞാൻ അവർക്ക് ചെലവ് കൊടുക്കൂലേ? നീ വരരുത്, ഇങ്ങനെ ഇറങ്ങിപ്പോട്ടെ. ഈ ഒരു വേളയിൽ നിനക്ക് പറയാനുള്ളത്? നല്ല കിടിലൻ ക്ലാസ് ആണ്, ഒന്നും പറയാനില്ല. ക്ലാസിനെ പറ്റിയല്ല പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ ഇവിടെ കൊണ്ടുവന്ന കൊച്ചിപ്പയ്യനും എനിക്ക് ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം തന്ന ബ്രാത്താൻ ബ്രൂ, അതുപോലെ തന്നെ നല്ല ചൂടുവെള്ളം തന്ന നമ്മുടെ ചേട്ടായി സൂപ്പറാണ്. അല്ല, ഒരു നന്ദിയാണോ ഉദ്ദേശിച്ചത്? യെസ് മച്ചാന് പറയാൻ പറ്റണില്ല കേട്ടോ, അതുകൊണ്ടാണ്. അതൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒരു കഷ്ണം തരട്ടെ? തരലേ ഒന്ന് കിടക്കണോ? എന്റെ ഇറക്കണോ? ഒന്നും മിണ്ടല്ലോ എന്റെ പന്നെ. അങ്ങോട്ടൊക്കെ എടേ പരിപാടി ഞാൻ ഫിനിഷ് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ ഫുഡിന്റെ അതായത് ഇതിൽ പങ്കെടുത്ത കാർത്തിക് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിപാടി ക്ലോസ് ചെയ്തോളാൻ. ആളെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എങ്ങനെയുണ്ട് അത് മാത്രം ഒന്ന് പറയാം. നല്ല ഫുഡ് ഐറ്റംസ്. ഇപ്പൊ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത കാർത്തിക് എണീക്കാനൊന്നും വയ്യ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗൈസ്, താങ്ക് യു ഗൈസ്, ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.